നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ അടുത്ത കാലത്തായി വലിയ തോതിലുള്ള ആശങ്കയിലാണ് കഴിയുന്നത്. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ പ്രവാസി സഹോദരങ്ങൾ ജീവിക്കുന്ന മേഖല പശ്ചിമേഷ്യയിൽ ഉണ്ടായ സംഘർഷം ഭീതിജനകമായ അന്തരീക്ഷം എങ്ങനെ ഭാവിയെ ബാധിക്കുമെന്ന ഉത്കണ്ഠയാണ് പൊതുവെ എല്ലായിടത്തും ഉള്ളത്. അത് പ്രവാസി ജീവിതം നയിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളെയും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മഹാഭൂരിഭാഗം കുടുംബങ്ങളെയും ബാധിച്ചു. നമുക്കറിയാം, ഇത്തരമൊരു സംഘർഷത്തിന് ഇടയാക്കിയത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ആത്മോത്സവമായ കാര്യമാണ്. ഒരു രാജ്യം പാലിക്കേണ്ട മര്യാദകൾ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ മറ്റ് രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ ഏതൊരു രാഷ്ട്രവും പാലിക്കേണ്ട മര്യാദകളുണ്ട്. ആ മര്യാദകളോട് തങ്ങൾക്ക് ബാധകമല്ല എന്ന ഒരു കയ്യൂക്കിൻ്റെതായ രീതിയാണ് അമേരിക്കൻ സാമ്രാജ്യത്തിൽ സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ലാത്ത, ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒട്ടേറെ നടപടികൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും സാധാരണ പാലിക്കേണ്ട രാഷ്ട്രമര്യാദകൾ ലംഘിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ആ രാജ്യത്തിനകത്ത് കടന്ന് ഭരണാധികാരിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കിടപ്പുമുറിയിലൂടെ തട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ച ലോകത്തിന് കാണുകയും ഇപ്പോൾ ആ ഭരണാധികാരിയും ഭാര്യയും അമേരിക്കയുടെ ജയിലിൽ കഴിയുകയാണ്. പ്രവാസികൾക്കൊരു വകുപ്പ് രാജ്യത്തുണ്ടായിരുന്നു. ആ വകുപ്പ് തന്നെ വേണ്ടെന്ന് വെച്ച ഒരു ഗവൺമെന്റാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. മാത്രമല്ല, പ്രവാസികളുടെ കാര്യത്തിൽ പ്രത്യേകമായും നടപടിയും സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നേരത്തെ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ നാട് സ്വീകരിച്ച ഒട്ടേറെ നടപടികൾ, ആ നടപടികൾ പലതും പ്രവാസികൾക്ക് വലിയ തോതിൽ പിന്തുണയായി വരുന്നതാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നടപടി ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രവാസികളെ ചേർത്ത് പിടിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ആ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ വിദേശ നാണയം ഇന്ത്യയുടെ ഖജനാവിലേക്ക് എത്തിക്കുന്നവരാണ് പ്രവാസികൾ. സാധാരണ ഒരു ബിസിനസ് സ്ഥാപനം നമ്മുടെ രാജ്യത്തേക്ക് വിദേശ നാണയം സമ്പാദിക്കുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ബിസിനസിന്റെ ഭാഗമായി നടത്തിയാൽ അതിനവർക്ക് പ്രത്യേകമായ പാരിതോഷികമുണ്ട്. അവർക്ക് ചില പ്രത്യേക ഇളവുകളുണ്ട്. അത് കൂടുതൽ നല്ല രീതിയിൽ അവരുടെ ബിസിനസ് നടത്തുന്നതിന് സഹായകരമായ ഇളവുകളായി പോവാം. സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാം, പിന്നെ പണമായിട്ട് അനുവദിക്കുന്നവയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇളവുകളുണ്ട്. ഇവിടെ നമ്മുടെ സഹോദരങ്ങള് പ്രവാസികള് വിദേശ നാണയം സമ്പാദിച്ചു കൊടുക്കുമ്പോൾ അവരോട് ശത്രുതാഭാവത്തോടെയാണ് പെരുമാറുന്നത്.
പ്രവാസികളുടെ കഴിവ്, പ്രവാസികളുടെ വിദ്യാലയം, പ്രവാസികളുടെ അനുഭവം നമ്മുടെ നാടിനെ ഉപയോഗപ്പെടുത്താനാകും. ആ ആലോചനയുടെ പൂർണ്ണ നടപടിയായിട്ടാണ് ലോ കേരള സഭയ്ക്ക് നാം രൂപം നൽകിയത്. ലോ കേരള സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സംസ്ഥാനത്ത് നിയമസഭയുണ്ട്, രാജ്യത്ത് ലോക്സഭയുണ്ട്. ഇവിടെയെല്ലാം തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഇവിടെ ലോ കേരള സഭ എന്നത് സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങളും ലോക്സഭാംഗങ്ങളും ലോകത്ത് പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസികൾ നയിക്കുന്ന പ്രത്യേകമായി നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ലോ കേരള സഭ. നമ്മുടെ നിയമസഭ പോലെ വലിയ തോതിൽ അംഗീകാരമുള്ള ഒരു സഭ നിയമസഭാംഗങ്ങളോടും ലോക്സഭാംഗങ്ങൾ പാർലമെന്റ് അംഗങ്ങളോടും ഒപ്പം ചേർത്തുകൊണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം, തങ്ങളുടെ അനുഭവം പങ്കുവെക്കാനുള്ള അവസരം കേരളം ഏത് രീതിയിൽ മാറണം എന്നതിനുള്ള തങ്ങളുടേതായ ദിശാബോധം പകർന്നു നൽകാനുള്ള അവസരം ഇതായിരുന്നു ലോ കേരള സഭ. വളരെ ഫലപ്രദമായി ലോ കേരള സഭയുടെ സമ്മേളനം നടത്തി നിരവധി നിർദ്ദേശങ്ങൾ അതിന്റെ ഭാഗമായി വന്നിട്ട് ആ നിർദ്ദേശങ്ങൾ പലതും അംഗീകരിച്ചിട്ടുണ്ട്, നടപ്പായിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പ്രവാസി സഹോദരങ്ങളിൽ മികവുറ്റ ഒട്ടേറെ ശാസ്ത്രത്തിനും സാങ്കേതിക വിജ്ഞാനവും നേടിയവരുമെല്ലാം ഉണ്ട്. അത്തരം സാങ്കേതിക വിദ്യയെയും ശാസ്ത്രജ്ഞരെയും എല്ലാം നമ്മുടെ നാടിന്റെ ഭാവി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേർത്ത് നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വലിയ തോതിൽ ആ സംവിധാനത്തെ എതിർക്കുന്ന നിലയിലാണ്. ആ എതിർപ്പ് ചെറിയ തോതിൽ തന്നെയാണ് തന്നെ ബഹിഷ്കരിക്കുന്നതിലേക്ക്. എന്താണ് പുതിയ ഗവൺമെന്റ് സമീപനം എന്നറിയില്ല. ആ കാണേണ്ടത് കഴിഞ്ഞ കാലത്ത് അതിനോട് പൂർണ്ണമായ വിയോജിപ്പാണ് ഇവർ രേഖപ്പെടുത്തുന്നത്. എന്തിനാണ് സ്വീകരിച്ചെന്ന് അറിയില്ല. ഇത് നാടിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ കാര്യത്തിൽ പ്രവാസി സഹോദരങ്ങളെ കൂടി ചേർത്ത് നിർത്തേണ്ടതായിരുന്നു. അതിനുതകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിട്ടാണ് ലോ കേരള സഭ മാറിയത്. നമ്മ കണ്ട കാഴ്ച ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ വന്ദേ മാതരം വന്നിരുന്നു. വന്ദേ മാതരത്തിന്റെ കാര്യത്തിൽ പ്രഖ്യാപിതമായ നിലപാട് രാജ്യത്തിനുണ്ട്. ഇപ്പോഴുള്ളതല്ല. പണ്ടേ രാജ്യത്തിന് കോൺഗ്രസ് ഒരു പാർട്ടി എന്നത് കോൺഗ്രസ്കാരനാണല്ലോ ഇപ്പോഴുള്ള. അപ്പോൾ നെഹ്റു അംഗീകരിച്ചതായിരുന്നു വന്ദേ മാതരത്തിന്റെ വന്ദേ മാതരം എങ്ങനെ ചൊല്ലാം എന്നതിനെ രാജേന്ദ്ര പ്രസാദാണ് മാസ്റ്റർ പറയും. വന്ദേ മാതരം ആകെ എഴുതാൻ മതനിരപേക്ഷ നടത്തില്ല. നമ്മുടെ രാഷ്ട്രം ഒന്ന് മതനിരപേക്ഷ രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ വന്ദേ മാതരം ആകെ ചൊല്ലേണ്ടതില്ല. വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ ഈരടികൾ മാത്രം ചൊല്ലും. ഇതാണ് രാജ്യം അംഗീകരിച്ചത്. പക്ഷേ അവിടെ നിന്നപ്പോ കണ്ടത് വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലുക. വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലുക എന്നത് RSSന്റെ നയമാണ്.
RSSന്റെ നയത്തിന് കീഴ്പ്പെടുന്ന കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഇതിന് ശക്തമായ ഇതും ഉയർന്നു, വിമർശനം ഉയർന്നു. ഇപ്പോ വീണ്ടും വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലണം എന്ന് സംസ്ഥാന ഗവൺമെന്റ് താഴോട്ട് സർക്കുലർ അയച്ചു എന്ന വാർത്തകൾ വന്നിരിക്കും. സംസ്ഥാന സർക്കാർ ഇങ്ങനെയുള്ള നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ആര് നമ്മുടെ രാജ്യം അംഗീകരിച്ചു? ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടി അംഗീകരിച്ചിട്ടില്ലേ? എന്തിനാണ് RSSന്റെ നയത്തിന് കീഴ്പ്പെടുന്നത്? RSSന്റെ അധികത്തെ കീഴ്പ്പെട്ടുകൊണ്ട് വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലിപ്പിന് സമ്പാദിക്കാൻ നോക്കുക. ഇനിയും ദിവസമുണ്ട്. അടിയന്തരമായി ഇടപെടണം. ദുരഭിമാനം കാണിക്കരുത്. ഇത് മതനിരപേക്ഷത പ്രശ്നമാണ്. മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാടുകളെ കേരളത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കാവൂ. ആ കാര്യത്തിൽ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കെല്ലാം വൻ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇപ്പോ സർക്കാർ അയച്ചിട്ടുള്ള സർക്കുലർ അടിയന്തരമായി പിൻവലിക്കണം. വന്ദേ മാതരത്തിന്റെ ആദ്യ ഈരടി ചൊല്ലുന്നത് എല്ലാവരും അംഗീകരിച്ചതാണ്. ആ ആദ്യ ഈരടി ചൊല്ലിക്കോട്ടെ, അതിന് തർക്കമില്ല. അതിനപ്പുറം കടക്കാൻ പാടില്ല. ഇതിൽ വ്യക്തത ഉണ്ടാകും. നിങ്ങൾ അറിയുമായിരിക്കല്ലോ വഖഫ് ബന്ധപ്പെട്ട പ്രശ്നം. ഇന്ത്യ ഗവൺമെന്റ് BJP നേതൃത്വ ഗവൺമെന്റാണ്. BJP നേതൃത്വം RSSന്. RSSന് എല്ലാ കാര്യത്തിലും RSSന്റെ അജണ്ടയും. അവരൊരു വഖഫ് നിയമ ഭേദഗതി കൊണ്ടു. ആ നിയമ ഭേദഗതിയിൽ അവർ പറഞ്ഞത് അമുസ്ലിങ്ങൾ വഖഫ് കൊടുക്കുക വേണം. എല്ലാവരും അതുപോലെ മതനിരപേക്ഷകളാകിയത്. പാർലമെന്റിൽ വലിയ വിമർശനം വരികയും സംസ്ഥാന നിയമസഭ ഏകഘട്ടമായി പ്രമേയം അംഗീകരിച്ചു. വലിയ വിമർശനം ഉയർന്നു. സംസ്ഥാന ഗവൺമെന്റ് അതിനെതിരെ കോടതി LDF ഗവൺമെന്റാണ് കോടതിയിലെ കേസ് തീർക്കുകയാണ്. ഇതിനിടയ്ക്ക് നിയമം ഇവിടെ പാസ്സായി. ആ നിയമം അനുസരിച്ചുള്ള വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ട ഘട്ടം വന്നു. പഴയ വഖഫ് ബോർഡിന്റെ ആനന്ദികൾ ഞങ്ങള് പുനഃസംഘടിപ്പിക്കേണ്ട ഘട്ടം വന്നു. ആ പുനഃസംഘടന നടത്തി. എങ്ങനെ? നിയമത്തിൽ പറഞ്ഞ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല, അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താതെ തന്നെ പുനഃസംഘടന നടത്തി. ആ ഭാഗം കൂടി വിട്ടു. ബോർഡ് നടക്കുകയാണ്, ബോർഡ് പ്രവർത്തിക്കുക, ഒരു തർക്കമില്ല. ബോർഡ് പ്രവർത്തിച്ചൊരു സംഘപരിവാർ താല്പര്യത്തോടെ എതിരെ ഹർജിപോയി കോടതി. അപ്പൊ LDF ഗവൺമെന്റിലെ UDF ഗവൺമെന്റ് അങ്ങോട്ട് കയറി പറയാണ് ഈ നിയമം അനുസരിച്ചുള്ള അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തിയുള്ള ബോർഡാണ് വേണ്ടത്. ഇപ്പൊ വന്ന ബോർഡ് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഈ ബോർഡിനെ പിരിച്ചുവിടണം. ഞങ്ങൾ അമുസ്ലിങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് പുനഃസംഘടിപ്പിച്ചോളാം. എന്താണിത്? രാജ്യത്തുണ്ട് മതങ്ങളില്ലേ? ആ മതങ്ങൾക്കെല്ലാം വിവിധ തരത്തിലുള്ള മതസ്ഥാപനങ്ങളില്ലേ? ഏതെങ്കിലും ഒരു മതത്തിന് ആ മതത്തിൽ പെടാത്ത ആളുകൾ ഉൾപ്പെടുന്ന ആ സ്ഥാപനത്തിന്റെ ഭരണ സംവിധാനമുണ്ടോ? ഒന്നുമില്ല. ഇവിടെ മാത്രം അത് കേൾക്കാൻ അത് RSS അതല്ല.
ആ RSS അതിലേക്ക് എങ്ങനെ കീഴ്പ്പെടുന്നു? ഇവിടെ ആരാ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. ആ മുസ്ലിങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ സംഘടിപ്പിച്ചോളാം എന്ന് പറയുന്നത്. എന്താണ് LDF ഗവൺമെന്റ് നയം? ഇത് RSS കീഴ്പ്പെടുന്നതല്ലേ? ഇതിൽ പല കൂട്ടങ്ങൾ വേറെ ഇപ്പോ ഇതൊരു നമ്മുടെ രാജ്യത്താകെയുള്ള വിദ്യാഭ്യാസ കേന്ദ്രം അത് കൈപ്പിൽ ഒതുക്കാനാണ് എന്തിന് കുട്ടികൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായുള്ള പാഠപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ അതിലൂടെ തങ്ങൾക്ക് അനുകൂലമായ പൊതുബോധം സൃഷ്ടിച്ചെടുക്കാനാകണം. അതിൽ ചരിത്ര ഭാഗങ്ങൾ വരുന്നു. മഹാത്മാഗാന്ധിയുടെ പാഠപുസ്തകത്തിൽ വേണ്ട മുഗൾ രാജവംശത്തെ പറ്റിയ അക്ഷരം പാഠപുസ്തകങ്ങളുണ്ടാകില്ല. ഈ രാജ്യത്ത് എത്രയോ സംസ്ഥാനങ്ങളിലെ കേരളം എന്ന ഒരു സംസ്ഥാനം മാത്രമാണ് അന്നിവിടെ LDF ഗവൺമെന്റ് ആണ് എന്നുള്ളതുകൊണ്ട് ഈ ഒഴിവാക്കിയ പാഠപുസ്തകങ്ങൾ പ്രത്യേകം അടിച്ച് പുസ്തകമാക്കി കുട്ടികൾ പഠിപ്പിക്കുന്ന നിലയിൽ ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ പ്രത്യേകമായൊരു പദ്ധതി PMC അതിലൂടെ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ഓരോ പ്രസംഗം നേരത്തെ നടത്തിയവരാണ് ഇവരെല്ലാം. LDF സർക്കാർ PMC നടപ്പാക്കുന്നതിനായി കൃത്യമായി പറയുകയും ചെയ്തു. അപ്പൊ LDF സർക്കാർ ആ കാലത്ത് PMC പദ്ധതി നടപ്പാക്കുന്നില്ല എന്ന് വന്നപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കേണ്ട മറ്റ് പണമുണ്ട്. SSKയുടെ ഭാഗമായി കിട്ടേണ്ട ഫണ്ട് അത് കോടാനുകോടിയുണ്ട്. ആ ഫണ്ട് മുഴുവൻ തടഞ്ഞു വെക്കുന്ന സ്ഥിതി വന്നു. അപ്പോ വല്ലാണ്ട് ശ്വാസം മുട്ടലായി. ആ ഘട്ടത്തിലാണ് ഒരു MOU ഒപ്പിടുന്ന നിലമുണ്ടായി. ഈ SSK ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. PMCയുടെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടെ നടപ്പാക്കുന്നില്ല. LDF ആലോചിച്ചു PMCയുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ തീരുമാനിക്കേണ്ടതില്ല എന്നാണ്. ആ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായി LDF സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു ആ ഒപ്പിട്ട ധാരണാപത്രം തുടരുന്നില്ല, അത് മരവിപ്പിക്കുകയാണ്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രത്തിൽ പോയി മന്ത്രി അടക്കമുള്ള മറ്റെല്ലാരെയും കണ്ട് ഈ കാര്യം നേരിട്ട് അറിയിച്ചു. ഇന്ത്യ ഗവൺമെന്റ് വന്നു. ആദ്യമേ തന്നെ അവർ സ്വീകരിച്ച നിലപാട് PMCയുടെ നടപ്പായിട്ടോ ഇവിടെ നടപ്പാകുന്നില്ല. അപ്പൊ ആദ്യമേ തന്നെ ഇവർ സ്വീകരിച്ച നിലപാട് അയ്യോ ഒരു രക്ഷയില്ല, LDF ധാരണാവെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഇനി അതൊന്ന് വിഭാഗാനാകട്ടെ. തീർത്തും വ്യാജമായ നിലപാടായിരുന്നു. ഇപ്പൊ കള്ളി വിളിച്ചിട്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞല്ല, കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു PMC പദ്ധതി എപ്പോഴും വിധാന. അബ്ദുൾ വഹാബ് എംപിയുടെ ചോദ്യം, കോൺഗ്രസിന്റെ JB കേന്ദ്രയുടെ ചോദ്യം, ഏത് ഘട്ടത്തിലും പിന്മാറാം. സ്കൂളുകൾ സംസ്ഥാന ഗവൺമെന്റ് തെരഞ്ഞെടുത്തില്ലെങ്കിൽ PMC പദ്ധതി നടപ്പാക്കാനാകില്ല. കേരളത്തിൽ PMC പദ്ധതി നടപ്പായതുമായി ബന്ധപ്പെട്ട് ഒരു പൈസയും നൽകിയിട്ടില്ല. അവിടെ PMC പദ്ധതി നടപ്പായിട്ടില്ല.
അപ്പോ ഇതെല്ലാം ഭാഗമായി പ്രചരിപ്പിക്കേണ്ടത് എന്തിനെ? ഈ കള്ളങ്ങളുടെ മറവിൽ PMC പദ്ധതി എന്ന പേരിൽ പുത്തൻ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കാൻ പോവുകയാണ്. അത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണമാണ്. പൂർണ്ണമായും RSS അജണ്ടയ്ക്ക് കീഴ്വഴങ്ങലാണ്. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ചില ഉപകാരസ്മരണ കാണും. ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈമേ പറഞ്ഞത് സഹായിക്കാൻ സംഘപരിവാർ നിലപാടുകൾക്ക് തയ്യാറായി 30-ലധികം മണ്ഡലങ്ങളിൽ ആ സഹായം സ്വീകരിച്ചിരുന്നല്ലോ. ഉപകാരസ്മരണ അതിന്റെ ഭാഗമായി കേരളമാണ് തകരുന്നത്. കേരളത്തിന്റെ പൊതുവായ സ്ഥിതിവിശേഷമാണ് തകരുന്നത്. കേരള തനിമയുണ്ട്. ഇത് മതനിരപേക്ഷതയുടെ വളനിലമാണ്. അതിനെ തകർക്കാനാണ് കൊണ്ടു നിൽക്കുന്നത്. RSS കടുകൻ കണ്ണോട് നോക്കി നിൽക്കുകയാണ്.